എത്ര മാർക്ക് നേടിക്കഴിഞ്ഞാൽ USS എക്സാമിൻ്റെ സ്കോളർഷിപ്പ് കിട്ടും? ഇത് നമ്മൾ മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 70% മാർക്ക് അഥവാ 63 മാർക്കാണ് വേണ്ടത്. 90-ൽ 63 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് USSൻ്റെ സ്കോളർഷിപ്പ് കിട്ടും. പക്ഷേ അതിൽ വേറൊരു കാറ്റഗറി കൂടി ഉണ്ട്. അതാണ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഗിഫ്റ്റഡ് സ്റ്റുഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് 63 മാർക്ക് കിട്ടിയത് കൊണ്ട് ഗിഫ്റ്റഡ് സ്റ്റുഡൻ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും, പക്ഷേ ഗിഫ്റ്റഡ് സ്റ്റുഡൻ്റ് ആവണമെന്നില്ല. അപ്പോൾ ഗിഫ്റ്റഡ് സ്റ്റുഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ക്രൈറ്റീരിയ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ പെട്ട് കഴിഞ്ഞാലാണ് ഗിഫ്റ്റഡ് സ്റ്റുഡൻ്റ് ആവുക? അതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എത്ര മാർക്ക് വേണം, OMR ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യാം, എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്, സിലബസ് എന്താണ്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവർ കാണണം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമുണ്ട്. ഇത് തന്നെ നമ്മൾ മുന്നൊരു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞതാണ്. നമുക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് അല്ലെങ്കിൽ എത്ര മാർക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ ക്വാളിഫൈ ചെയ്യുക അല്ലെങ്കിൽ സ്കോളർഷിപ്പിന് അർഹരാകുക. ഇനി നമ്മളൊരു ഗിഫ്റ്റഡ് സ്റ്റുഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ അഥവാ പ്രതിഭാധനർ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്, പ്രതിഭാധനരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സ്ക്രീനിങ് ടെസ്റ്റ് രീതിക്ക് പകരം USS പരീക്ഷയിൽ ലഭിക്കുന്ന സ്കോർ അനുസരിച്ചിട്ട് ഇതിലേക്കുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കാൻ വേറൊരു എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല. USSൻ്റെ അതേ എക്സാമിൽ തന്നെ അതിൽ കിട്ടിയ മാർക്കിൻ്റെ ബേസിലാണ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനെയും സെലക്ട് ചെയ്യുക. പക്ഷേ എങ്ങനെയാ ഇവിടെ പറയുന്നുണ്ട്, ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ സംവരണ തത്വങ്ങൾ പാലിക്കുന്നതാണ്. ഓക്കെ, അത് പറഞ്ഞ് ഓരോ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും ഏറ്റവും കൂടുതൽ സ്കോർ നേടിയ 40 കുട്ടികളെയാണ് തിരഞ്ഞെടുക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഓരോ വിദ്യാഭ്യാസ ജില്ലകൾ, നമ്മുടെ ജില്ല അല്ല വിദ്യാഭ്യാസ ജില്ല, ഓരോ വിദ്യാഭ്യാസ ജില്ലയിലും ഇപ്പോൾ അതിലുള്ള എല്ലാ സ്റ്റുഡൻസും ആ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് ഏറ്റവും നല്ല മാർക്ക് വാങ്ങി അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ടോപ്പിലുള്ള മുതൽ ഇങ്ങനെ താഴോട്ടുള്ള ആ ഒരു ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിലുള്ള ടോപ്പ് 40 ആൾക്കാർ, ഏറ്റവും ടോപ്പിൽ വരുന്ന 40 ആൾക്കാരെയാണ് അവരെന്ത് ചെയ്യുക, ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് ഗിഫ്റ്റഡ് സ്റ്റുഡൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഇതുപോലെ ഒരുപാട് വിദ്യാഭ്യാസ ജില്ലകൾ ഉണ്ടാവും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വിദ്യാഭ്യാസ ജില്ലയിലുള്ള എല്ലാ കുട്ടികളും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. കാരണം എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവും. അതിൽ ടോപ്പ് 40 ആളുകൾക്കാണ് എന്ത് ചെയ്യുക, ഇതിൽ സെലക്ഷൻ കിട്ടുക. പക്ഷെ നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ അധികം അങ്ങനെ ആരും പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, അതിലോട്ട് ക്വാളിഫൈ ചെയ്യും. പക്ഷേ എന്തായാലും USS സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ 63 മാർക്ക് വേണം, അത് ഷുവറാണ്. പക്ഷേ ഇത് നിങ്ങളുടെ ആ ഒരു വിദ്യാഭ്യാസ ജില്ലയിലുള്ള ഒരു അവസ്ഥ അനുസരിച്ചിരിക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും ആ 40-ൽ പെടാൻ, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കുറവായിരിക്കും. അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങൾ എത്രയും ബെറ്ററാക്കി കൊണ്ടുവരാം. നിങ്ങളെ പ്രിപ്പറേഷൻ ഉഷാറാക്കിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ട്, ആ 40 ആളുകളിൽ ഒരാളാവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി ആ 40 ആളുകളിൽ തന്നെ സംവരണങ്ങളുണ്ട്, റിസർവേഷൻ ഉണ്ട്. അതിൽ ഓപ്പൺ വിഭാഗത്തിൽ നിന്ന് 30 പേരുണ്ട്, OBCയിൽ 2 പേരുണ്ടാവും, OEC 2 പേര്, SC 2 പേര്, അതുപോലെ STയിൽ നിന്ന് 2 പേര്, CWSN വിഭാഗത്തിൽ നിന്ന് 2 പേര്. ഓക്കെ, അങ്ങനെ ആ ഒരു സംവരണ റിസർവേഷൻ വെച്ചിട്ടാണ് ആ 40 ആളുകൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഏതാണ് കാറ്റഗറി, ആ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ റിസർവേഷൻ പോളിസികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഒരു വേറൊരു എക്സാമോ കാര്യങ്ങളോ ഒന്നും ബേസ് ചെയ്തിട്ടല്ല ഒരു ഗിഫ്റ്റഡ് സ്റ്റുഡൻ്റ് ആണോ അല്ലേ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് പ്യുവർലി ബേസ്ഡ് ഓൺ റാങ്കാണ്. ഓക്കെ, റാങ്ക് എന്ന് വെച്ചാൽ ആ ടോപ്പ് 40 ആളുകൾ. റെഡി അല്ലേ? അത് ഓരോ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നുമാണ് അതെന്ത് ചെയ്യുക, സെലക്ട് ചെയ്യപ്പെടുക. റെഡി ആണല്ലോ? അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രിപ്പറേഷൻസ് ഒന്നുകൂടി സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ 63 മാർക്ക്, ഇപ്പം നിങ്ങൾ ആദ്യത്തെ ഒരു 40 ആളുകൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും നല്ല മാർക്കുള്ള ഒരു 80+ അല്ലെങ്കിൽ 85+ ഒക്കെ മാർക്കുള്ളവരായിരിക്കും. അപ്പോൾ 63 മാർക്കുള്ള ഒരാൾക്ക് സ്കോളർഷിപ്പ് കിട്ടുമെന്നുണ്ടെങ്കിലും അയാൾ ഈ 40-ൽ പെടണമെന്ന് ഒരു നിർബന്ധമില്ല. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് ഗിഫ്റ്റഡ് സ്റ്റുഡൻറ്റിനെ സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുപോലെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കൂടുതൽ വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അത്തരം കാര്യങ്ങളിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക്